കനത്ത കാറ്റിലും മഴയിലും മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കോട്ടയത്തും പത്തനംതിട്ടയിലും മരം കടപുഴകി നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. എറണാകുളത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. തൃശൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. എറണാകുളം ജില്ലയിലെ മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്ര നിരോധിച്ചു. കോട്ടയം ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണുണ്ടായത്. ആർമാനൂരിൽ വീട്ടിലേക്ക് മരം വീണുണ്ടായ അപകടത്തിൽ വയോധികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മറ്റക്കരയിൽ ഒരു സ്ത്രീയും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഞങ്ങൾ അറിയുന്നില്ല, ഈ തേക്കുമരം വന്ന് പയ്യെ വീഴുന്ന കാര്യം ഞങ്ങൾ അറിയുന്നില്ലായിരുന്നു. അത് വീണ് ഈ മേൽക്കൂര താഴെ വീഴുമ്പോഴാണ് ഞങ്ങൾ വീട് ഇടിഞ്ഞു പോരുവാന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ വേഗം അടുത്ത വീട്ടിലോട്ട് ഞങ്ങൾ ഓടിപ്പോവുക ചെയ്ത് അവരെ വിളിച്ച് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി. ഭയങ്കര അത്ഭുതകരമായിട്ട് ഞങ്ങൾ 3 പേരിനകത്ത് നിന്ന് രക്ഷപ്പെട്ടത്. വൈക്കത്ത് സബ് രജിസ്ട്രാർ ഓഫീസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പത്തനംതിട്ട പ്രമാടത്ത് വീടിന്റെ മുകളിലേക്ക് തേക്കുമരം വീണ് ശുചിമുറിയും പശുത്തൊഴുത്തും തകർന്നു. ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. തൃശൂർ ഇരിങ്ങാലക്കുട പടിയൂരിൽ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ശക്തമായ മഴയിൽ കോട്ടപ്പുറം കണ്ണപ്പറ മേലേതിൽ പരമേശ്വരന്റെ വീട് തകർന്നു. കൊണ്ടാഴി മായന്നൂർ കുന്നത്ത് വീട്ടിൽ ഉഷയുടെ വീട്ടിൽ കിണറിടിഞ്ഞു താണു. ശാസ്താംകോട്ട സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ കട കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു. എറണാകുളം ജില്ലയിൽ എടവനക്കാട് പഴങ്ങാട് മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയിൽ പൂയംകുട്ടി മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങി. ശക്തമായ കാറ്റിൽ ബസിന് മുകളിൽ മരം വീണു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് ലക്ഷദ്വീപിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയ വിമാനം ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചുവിട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.